ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ്. ഇന്നിപ്പോൾ അതേ നാളെ, അതായത് നിങ്ങൾ ഈ കാണുന്ന ദിവസം വെള്ളിയാഴ്ച ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുള്ളത് അറിയില്ല. നാളത്തെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ദേ രാവിലെ എണീറ്റു. ആദ്യം തോമു പോയി. തോമു എന്നോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ദേ കുട്ടി പോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാം കേട്ടോ. മിടുക്കനായിട്ടാണ് പോയത്. അപ്പോൾ അവൻ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞപ്പോൾ പാച്ചുവിന് ഒരു പൂതി സ്കൂട്ടറിൽ പോകണമെന്ന്. അങ്ങനെ ദേ ഡോണങ്കയുടെ കൂടെ ഓടിച്ചാടി കയറി പോവാണ് കേട്ടോ. അപ്പോൾ പോണതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അവനത് സമ്മതിക്കില്ല. പിന്നെ എല്ലാവരും പ്രത്യേകിച്ച് ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോ എന്താ പറയുക, ചിരിപ്പിക്കാനായിട്ട് ഭയങ്കര ഒരു മിടുക്കാട്ടോ. ഡിവൈനെ മിണ്ടാണ്ടിരിക്കണവരെ പോലും ചിരിപ്പിച്ച് ഫോട്ടോ എടുക്കും. അങ്ങനെ ദേ ഭയങ്കര സ്റ്റൈലായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഡിമ്പിളുടെ കയ്യിലാണ്, എൻ്റെ അടുത്തില്ല. ഞാനത് മറന്നു പോയത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചേനെ കേട്ടോ. ഒരു കോമാളി പോലെ ചിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേ ലീലാമ്മച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് കുട്ടിതാ പോവാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇനി ഡോണിൻ്റെ കൂടെ വിട്ടാൽ മതി. ഇന്നലെ തോമുവിൻ്റെ കൂടെ പോവാത്തതിൻ്റെ ഒരു സങ്കടം രണ്ട് പേർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തോമു അത് ഗുഡ് ബോയ് ആയിട്ട് പോയി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അകത്ത് കയറി. അപ്പം ഞാൻ മെഴുതിരി കത്തിച്ചിട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അകത്ത് കയറിയിട്ട് വേഗം ഓഫ് ചെയ്തു. കാരണം നമ്മളറിയാണ്ട് കത്തിച്ചിട്ട് ഞാൻ കുറേ കഴിയുമ്പോൾ ഓഫ് ചെയ്യും. പലവട്ടം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റേത് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കുഞ്ഞു മെഴുകുതിരി ഞാൻ എന്നും ഒരെണ്ണം മുഴുവൻ കത്തിക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പം ഞാനത് ചെയ്യണില്ല. കാരണം 1-2 പ്രാവശ്യം ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ അത് ആവർത്തിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കത്തിച്ച് നമ്മളുടേതായ മനസ്സിനുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ മനസ്സ് വെച്ചിട്ട് അപ്പം തന്നെ ഞാനത് ഓഫ് ചെയ്യുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം കത്തിക്കുള്ളൂ. അങ്ങനെ തിരിച്ച് വന്നിട്ടാണ് ഞാനത് ഊതൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവർ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ്, തോമുവിൻ്റെയും പാച്ചുവിൻ്റെയും വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡാഡി ഇന്ന് ഫ്രീ ആണ്. കാരണം പാച്ചുവിനെയും തോമുവിനെയും കൊണ്ടുപോയത് ഡോണാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഷിഫ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് ഡോൺ കൊണ്ടുപോകാൻ ഉച്ച തിരിഞ്ഞ് വരുമ്പോൾ ഡാഡി കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ലോക്കൽ ഗാർഡിയൻ്റെ അവിടെ എഴുതി കൊടുക്കണം ബാവൻസിൽ. അപ്പോൾ നാളെ ശരിക്കും പറഞ്ഞാൽ, അതായത് വെള്ളിയാഴ്ച 11 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭാഗ്യവശാൽ എന്ന് തന്നെ പറയാം, ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ 3 ദിവസം അടുപ്പിച്ച് അവധിയാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു നമുക്ക് എവിടേക്കെങ്കിലും ഒരു ദിവസം പോവാം. പ്രത്യേകിച്ച് ലീലാമ്മയും കൂടി ഉള്ളതല്ലേ, നമുക്ക് ലീലാമ്മച്ചും കൂടി ഉള്ള കാരണം നമുക്ക് ഒരു ദിവസം എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ലീലാമ്മ സമ്മതിച്ചിട്ടില്ല, നോക്കിയിട്ട് വേണം അത് എന്നെ പോലെ ചെയ്യാനായിട്ട്. അങ്ങനെ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ, അതായത് പാച്ചുവിന് തോമുവിന് വേണ്ടല്ലോ കൊണ്ടുപോകാനായിട്ട് മറ്റേ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നൂലപ്പം, തൃശ്ശൂർക്കാരുടെ നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പഴം മുട്ട പുഴുങ്ങിയതും കൂടിയിട്ടാണ് അവനെ വിട്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ കുള്ളി കാച്ചിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിക്കും എനിക്കും അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കഴിച്ച് പട്ടികൾക്കുള്ള പാല് കുപ്പിയിലത്തൊക്കെ പകർത്തി അവിടെ വെച്ച് ഞാൻ രാവിലത്തെ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ആൻറ്റിക്കിൻ്റെ റൂബി സ്റ്റോൺസുള്ള വളകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാനായിട്ട് 2 ദിവസമായിട്ട് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഇവിടെ ഡ്രീം കളക്ഷൻസിൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അലസമായിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ശീലമാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണിക്ക് ഇടാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മളത് വിട്ട് കളയാ ചെയ്യാറോ. 2 മണിയായി പറ്റിയില്ലല്ലോ, ഇനിയിപ്പോൾ നാളെ ആവാം. അങ്ങനെ വിചാരിച്ച് 2-3 ദിവസം, അതായത് മെയ് 31 ഇട്ടില്ല, പിന്നെ 2-3 അങ്ങനെ തോന്നുന്നുണ്ട് ഇട്ടില്ല. 3 ദിവസം എനിക്ക് അതിൻ്റെ ഇടയിൽ മിസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ശരിയാവില്ല, കൃത്യമായിട്ടൊരു സമയം പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷേ ഇനി അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല വെച്ചിട്ട് ഇന്നലെ, അതായത് വ്യാഴാഴ്ചത്തെ വീഡിയോ ഞാൻ 3 മണിക്ക് 3:20 അങ്ങോട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരു ദിവസം സമയം ഒന്ന് തെറ്റിയാലും സാരമില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം മിക്കവാറും ഞാൻ നാളെ തൊട്ട് 3 മണിക്കായിരിക്കും കേട്ടോ വീഡിയോ ഇടുക. കാരണം 3 മണിയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല. 2-2:30 ആകുമ്പോഴേക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അഥവാ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ആ അരമണിക്കൂറുണ്ടെങ്കിൽ ഒരു 3 മണിയായാൽ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളുടെ ചാനൽ കാണാത്തവർ കുറേ പേരുണ്ട്, അറിയില്ല കുറേ പേർക്ക് നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക. പിന്നെ ഒരു കാര്യം, അതിൽ നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ഞാൻ ഇന്ന് കുറേ പേര് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറയുന്നു, നമ്മളുടെ ഡ്രീം കളക്ഷൻസിൻ്റെ ചാനൽ കാണുമ്പോൾ
അതിൽ നമ്പർ ഉണ്ടാവും, ഈ സെയിം നമ്പറാണ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ഇന്ന് അക്കീടെ അവിടേക്ക് പോവാനായിട്ട് ലീലാമ്മോട് അക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ലീലാമ്മച്ചി പോയിട്ടുമില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ നമ്മുടെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ടൊക്കെ അവിടെ കണ്ട കാരണം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അക്കിയുടെ ഇവിടെ ചാക്കോച്ചൻ്റെ വീടാണ്, ഞങ്ങൾ പറയും ചാക്കോച്ചൻ്റെ തറവാടാന്ന്, അവിടേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഇതേ ഒരുങ്ങി ഇറങ്ങി. അപ്പോഴാണ് ഡാഡി ഒരു വഴിക്ക് പോയേക്കണം, ഡോൺ ഒരു വഴിക്ക് പോയേക്കണം. പിന്നെ അവിടെ വണ്ടി പോയാലും തിരിക്കാനും എടുക്കാനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അക്കിയോട് എന്നെ പറഞ്ഞു, അക്കിയുടെ വീട്ടിലത്തെ അവിടെ സ്ഥിരം വരുന്ന അവനെ വിടാൻ പറഞ്ഞു. അങ്ങനെ ആ പയ്യനാണ് വന്നത് കേട്ടോ. വന്നപ്പോൾ ഇവർ അതിൽ കയറി. അപ്പോൾ ചാക്കോച്ചന് ഇറങ്ങിയപ്പോൾ ഒരു വിഷമം പോവാനായിട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ കയറി അവൻ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷയിലാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീടൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ലീലാമ്മയ്ക്കായാലും നടക്കാനുള്ള വഴിയുള്ളെങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം ചാക്കോച്ചനെയും കൊണ്ട് പോകാനായിട്ട് എളുപ്പമല്ല, അപ്പോൾ അതുകൊണ്ട് വേണ്ട. പിന്നെ വഴി അറിയില്ലല്ലോ, വീടും അറിയില്ല. ഒരു വട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അവർ അമ്മമ്മയും മോനും കൂടിയിട്ട് അക്കിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അവൻ്റെ ലോകമാണ്. അങ്ങനെ ഞങ്ങളിതേ മടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ആരും 3 കുട്ടികളും ഇല്ലാണ്ട് ഒരു ഉച്ച വരെ, ഒരു 12:30 1 മണി വരെ ഉണ്ടായിരുന്ന സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ പറയായിരുന്നു ഇങ്ങനെയല്ലേ എല്ലാ വീടുകളിലും. അതായത് തോമു 10:30 ആയപ്പോഴേക്കും വന്നു എന്ന്. പക്ഷേ തോമു എങ്ങനെയാ വെച്ചാൽ വന്നാലും ഫോണും കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസായിട്ട് മിണ്ടാണ്ട് ഒരു വശത്ത് ഇരിക്കും. 3 പേരും കൂടുമ്പോഴാണ് അവിടെ കളിയും ചിരിയും ബഹളം ഉണ്ടാവുക കേട്ടോ. അങ്ങനെ തോമുദേ വന്ന വഴിക്ക് ഡ്രസ്സൊക്കെ ഊരി അവൻ്റെ കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്റ്റഡി ടേബിൾ മുകളിൽ, അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അത്. അപ്പോൾ അതുമ്മ ഇരുന്നിട്ടുള്ള കളിയും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡിമ്പിളുടേതായ കാര്യങ്ങൾക്ക് പോയി, കുക്കിങ്ങിന് പോയി. ഡിവൈൻ മുകളിൽ അടിച്ചു വാരി ഒതുക്കി. അതിൽ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ സ്കൂൾ യൂണിഫോം എന്നും അയൺ ചെയ്യാന്നുള്ളൊരു പരിപാടിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഡിവൈനും പോയി. അപ്പം ഞാൻ രാവിലത്തെ പോസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു ഞാൻ ആ വശം ഒന്ന് ശ്രദ്ധിച്ചിട്ട്. അപ്പം ഞാൻ വേഗം അതിലേക്ക് വേണ്ടിയിട്ട് ഒതുക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇത് നമ്മളുടെ ഉണങ്ങിയ സബോളയാണ്, നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സബോളയൊന്നും ഉണക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ വർഷം ഉണക്കിയ സബോള. ഇപ്പോഴും ഒരു കേടുമില്ല. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കിരികിരി എന്നുള്ള ഒച്ച കേൾക്കും, അത്രയും ഇതിലായിരിക്കണേ. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബോക്സ് ഫ്രിഡ്ജിലും 2 ബോക്സ് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലത്തെ ബോക്സിലത്തെയും കൂടി എടുത്ത് ഫ്രീസറിലാക്കി 3 ചെറിയ ബോക്സുകളിലാക്കിയിട്ട് വലിയ ബോക്സിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി വെച്ചു. ഇത് മോമോസ് ഉണ്ടായിരുന്നതാണ്, അത് വറക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ ഒരു ബോക്സ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു ഇന്നെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മറ്റേ ഷ്രെഡഡ് ചീസാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊച്ചു വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ പാച്ചു തോമു ഇടയ്ക്ക് വരിക വാട്ടർ ബോട്ടിലും പുതിയ സാധനങ്ങളാകുമ്പോൾ അവന് ഭയങ്കര കൗതുകമാണല്ലോ. അങ്ങനെ ഞാൻ ഓരോ കള്ളി, ഇത് ഫുൾ ചിക്കൻ്റെ പീസും കാര്യങ്ങളും, ഇത് അവർക്കുള്ള പട്ടികൾക്കുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഇത് മൊത്തം അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിലത്തെ ഇതും കൂടി ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് മാങ്ങയുടെ തൊലി ഉണക്കി വെച്ചത്. അപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് പൊടിച്ചാൽ മറ്റേ ആംചൂർ അത് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ ഞാൻ പറയാറില്ലേ, ഞാൻ ഒന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടായിരുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് സാഹചര്യം അതിനെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഒലിച്ചിട്ട് അതായിട്ടിരിക്കും. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ പണിയാണ്, ഉള്ളിൽ ചീസാണ്, വെറുതെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ പിസയൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ഓർഗാനോവും ചില്ലി ഫ്ലേക്സും ഒക്കെയാണ് കുട്ടികൾക്ക് ഞങ്ങളത് ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ അത് ഞാൻ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മറ്റേ സ്വീറ്റ് കോൺ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് വെതറിയിട്ട് ഒന്ന് കുലുക്കി കഴിക്കാറ് പതിവ്. ഒരു തുണ്ട് ലൈം ജ്യൂസും ഉപയോഗിക്കും കേട്ടോ, ഇടും. അങ്ങനെയാണ് ഞാൻ. എരിവൊന്നും ഉപയോഗിക്കാറില്ല. ഈ ചില്ലി ഫ്ലേക്സും ഈ മറ്റേ ഒറിഗാനോവും മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഈ പിസ്സ വാങ്ങിക്കുമ്പോൾ കിട്ടണതാണ്. അങ്ങനത്തെ ലൂസായിട്ട് ബെസ്റ്റിൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾക്കത് വേണ്ടി വരാറില്ല. കുട്ടികൾക്ക് പിസ്സ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്നത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെ വേപ്പില, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിനയില അതൊക്കെ റെഡിയാക്കി ചെറിയ ബോക്സുകളിലാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഒതുക്കണ ദിവസം നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ പാത്രങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത്. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം വേണ്ടി വന്നു കംപ്ലീറ്റ് ഒന്ന് പാത്രങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കാനും എടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു.
അപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ചില്ലിൻ്റെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് അവിടെ നിന്ന് മാറ്റി. അങ്ങനെ പരിയപ്പുറം ഒരുവിധം വൃത്തിയാക്കി കേട്ടോ. എപ്പോൾ ഇങ്ങനെ വന്നാലും നമ്മൾക്ക് എന്നും പണികളുണ്ടാവും. ഇല്ല അവിടെയൊക്കെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കും, പക്ഷേ എനിക്കെന്തോ അത് പറ്റില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ ഓരോ സമയത്തും ഇങ്ങനെയാക്കാം. അപ്പോൾ ഡിവൈൻ്റെ ചക്ക തിന്നാണ് കേട്ടോ. ചക്ക ഡിലാമ്മ പൊളിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചക്ക കഴിക്കുകയാണ്. അപ്പോൾ ഉച്ചകാലത്തേക്കുള്ള പരിപാടികൾ ഒരുങ്ങി തുടങ്ങി. മറ്റേ ചെറുപയറാണ് വെച്ചത്. അപ്പോൾ ഇട്ടപ്പോൾ ഇത്തിരി കൂടി എന്ന് പറയും. ഞാൻ പറഞ്ഞു സാരമില്ലേ, നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാം, എന്തെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിമ്പിൾ ചക്ക തിന്നില്ല. അപ്പോൾ ഡിവൈൻ ചക്ക തീറ്റിക്കാനായിട്ട് നോക്കുക, ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറയായിരുന്നു, ഒരു 10 കൂട്ടം എടുത്ത് കഴിഞ്ഞാൽ അതിലൊരു കൂട്ടം പോലും തിന്നില്ല. ഒരു 100 കൂട്ടം എടുത്താൽ ഒരു 5 കൂട്ടം തിന്നും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം ഞാൻ പറയും, ആദ്യമൊക്കെ ഭയങ്കര എളുപ്പമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും കഴിക്കാത്ത കുട്ടികളെ നോക്കാൻ വലിയ പാടാന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അങ്ങനെ കാരണം എവിടെ പോകുമ്പോഴും തിന്നുന്ന സാധനങ്ങൾ വളരെ കുറവാവും ഉണ്ടാവുക. അപ്പോൾ എനിക്കാച്ച ചെറുപ്പത്തിലെ തൊട്ട് നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് അവർക്കുള്ള ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നൂലപ്പം ബാക്കിയുണ്ട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു നൂലപ്പവും ചിക്കൻ കറിയും ഞാൻ കഴിച്ചു. അപ്പോൾ ചിക്കൻ കിഴങ്ങിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. അപ്പോൾ ഡിമ്പിൾ പറയും മുനമ്പത്തെ കറിയാന്ന് പറയും കേട്ടോ. ഇന്നലെ മീൻ വയ്ക്കുമ്പോഴും പറഞ്ഞു മുനമ്പത്തെ മീൻ കറിയാണെന്ന്, അതായത് പാലൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സഖാവതയെ അപ്പുറത്ത് അക്കിയുടെ വീട്ടിലാട്ടോ. അവിടെ അക്കിയും ലീലാമ്മയും ചേച്ചിയും കൂടി വർത്താനം പറയുമ്പോൾ പേപ്പനും മോനും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാന്ന് തോന്നുന്നുണ്ട്. നോക്കിയപ്പോൾ എന്താ വെച്ചാൽ പേപ്പൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പേപ്പനാണ് തോട്ടത്തിൽ മറ്റു മരുന്നടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, വളമിടുക അതൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പേപ്പൻ്റെ കൂടെ ഇറങ്ങിയതാന്ന് തോന്നുന്നുണ്ട്. മൂപ്പരത് പിടിച്ച് പൊക്കാനുള്ള ഇതില്ല, വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത് അതിനൊക്കെ പേപ്പൻ ചെയ്യണ പോലെ അപ്പോൾ ഒച്ചയുണ്ട്, ശിശിന്ന് ഒച്ച ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് അതൊക്കെ ചെയ്യണം. അപ്പോൾ പോൾസ് പേപ്പൻ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവനവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോസ് എടുത്ത് അയക്കൂട്ടോ. ഞങ്ങൾ ഗ്രൂപ്പിലിടുകയും ചെയ്യും, എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ ഇല പറിക്കുക. അപ്പോൾ റോസ പറയായിരുന്നു, ഇല പറിച്ച് കഴിഞ്ഞാൽ അക്കി കണ്ടു കഴിഞ്ഞാൽ അക്കിയുടെ ജീവൻ പോകും. അക്കി ഇങ്ങനെ ഓരോ ചെടികളുടെയും ഇലയും പൂവും കായും എണ്ണി വെക്കുന്ന ആളാട്ടോ. പക്ഷെ ഇപ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ച് അവൻ്റെയാണ് അവിടെയുള്ള എല്ലാതും എന്നാണ് അവൻ്റെ വിചാരം. അങ്ങനെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ 20-ആം തീയതിക്ക് ശേഷം ഡയോണും ഏഞ്ചലും കൊച്ചും വരും. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ ചെല്ലുമ്പോഴാവും ഇനി അംഗം ഉണ്ടാവാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ചുരിദാർ വന്നു. പക്ഷേ എനിക്കിപ്പോൾ 4 സെറ്റ് വരുത്തിയെങ്കിലും 4ഉം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വയറിൻ്റെ അവിടെ ഭയങ്കര ഫിറ്റ്. XXL എടുക്കണമെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ 4XL ഇനി എടുത്താലേ കാര്യമുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഷോൾഡറിന് എന്ത് വരും എന്നുള്ളത് എനിക്കറിയില്ല. ഇതും ഈ പറഞ്ഞ പോലെ അത്ര വലിയ വലിപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിവൈനും പറഞ്ഞു ഇത് അലക്കുമ്പോൾ മമ്മി ഒന്ന് ചുരുങ്ങും, അതുകൊണ്ട് ഇത് മടക്കി കൊടുത്തേക്ക്, കാരണം ഇറക്കം കിട്ടണില്ല ഈ സാധനം. അപ്പോൾ അങ്ങനെ അത് റിട്ടേൺ അടിക്കാനായിട്ട് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ലീലാമ്മയും പാച്ചു ചാക്കോച്ചനും വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപയറുപ്പേരിയും മറ്റേ ചിക്കൻ കിഴങ്ങിട്ട് വെച്ചതും. ഇതായിരുന്നു ഇന്നത്തെ ഇത്. അത് കഴിഞ്ഞ് നമ്മുടെ പപ്പക്കായും ഷമാമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബോക്സ് എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആവി കയറ്റിയിട്ട്, ആവിയല്ല ശരിക്കും തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴാണ് ഞാനിതിടുക. ഇട്ടിട്ട് ഒന്ന് വെന്തുന്ന് നമുക്ക് ഏകദേശം തോന്നില്ല. എനിക്ക് സമയമൊന്നും അങ്ങനെ കറക്റ്റ് പറയാറില്ല കേട്ടോ. ഞാൻ ഒന്നിക്കൊന്നരാടം ചെയ്യുന്നൊരു പണിയാണ്, പക്ഷേ എനിക്ക് അങ്ങനെ സമയം പറയാറില്ല. അങ്ങനെ തന്നെ ഞാനത് ഊറ്റി അതങ്ങോട്ട് മാറ്റി വയ്ക്കും. ചൂട്ടോടെ കുറച്ച് ബട്ടർ ഇടും, കുറച്ച് ചില്ലി ഫ്ലേക്സും സംഭവം ഇട്ടിട്ട് ഒന്ന് കുലുക്കും, ഒത്തിരി ചെറുനാരങ്ങ ഇട്ടിട്ട് അതങ്ങനെ കുലുക്കി അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും വേണമെന്നില്ല, സബോള എക്സ്ട്രാ ഒന്നും അരിയണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ വെച്ച് വേവിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. വൈകിട്ട് എല്ലാവരും ഉള്ളപ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാക്കിങ് ഉച്ചയിലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിമ്പിളും ഡാഡിയും കൂടിയിട്ട് നമ്മുടെ പാച്ചുട്ടനെ കൊണ്ടുവരാൻ പോയത്. അപ്പോൾ ബുക്സൊക്കെ ലേബിളൊക്കെ ഒട്ടിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോണ പോക്കോട് കൂടിയിട്ട് പാച്ചുവിൻ്റെ മുടിയും കൂടി വെട്ടണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഡാഡി കൊണ്ടുവരാറല്ലേ പതിവ്. അപ്പോൾ ബർത്ത്ഡേ ആകുമ്പോഴേക്കും മുടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡിമ്പിൾ അവനെയും കൊണ്ട് മുടി വെട്ടാനും കൂടി പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉഷാറായി. അപ്പോൾ ഡിവൈൻ കയറിപ്പോയി. ചാക്കോച്ചൻ വരുമ്പോഴല്ലേ ഇനി വരണ്ടോ, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞതാണ്.
അപ്പോൾ ദേ പാത്രങ്ങളൊക്കെ നമ്മുടെ ഫ്രിഡ്ജ് ഒതുക്കണ പ്രമാണിച്ചതാ ഫുൾ പാത്രങ്ങൾ, പിന്നെ ചിക്കൻ എടുത്തതിൻ്റെ ഓരോന്ന് എടുക്കണതിൻ്റെ പാത്രങ്ങൾ ഒഴിയണതിനനുസരിച്ച് ഞാനിങ്ങനെ കമത്തി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ. അങ്ങനെ ഡിവൈൻ ആ സമയത്ത് ഇത് അരി ഉഴുന്നും നാളേക്കുള്ളത് ചോറും ഇതുപോലെ ഗ്ലാസ്സിലാക്കി വെക്കും. കറക്റ്റ് അളവിലാണ് ഡിവൈൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ ഇഡ്ഡലിയും ദോശയും തിന്നാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഡിവൈനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം 2 മണി ആയപ്പോഴേക്ക് ഞങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 2:15 ആയപ്പോഴേക്ക് ഇതേ അമ്മാമ്മയും മോനും കൂടി തിരിച്ചു വന്നു. അവർ അതേ ഓട്ടോയിലും ഇങ്ങോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവന് വലിയ ഇഷ്ടമില്ല കേട്ടോ വരാനായിട്ട്. അവന് കൂട്ടാക്കുണ്ടായിരുന്നില്ല, ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല. നാളെ ഡിവൈൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ ആ വിശേഷങ്ങളൊക്കെ. അങ്ങനെ അക്കിതേ മാങ്ങാക്കറി കൊടുത്തയച്ചതാണ്. അക്കിയുടെ ഈ മാങ്ങയ്ക്ക് ഈ കറിക്ക് എന്തോ ഒരു പ്രത്യേകതയാണ്. എനിക്കിതിൻ്റെ കൂട്ട് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അക്കിയോട് വിളിച്ച് പറയാൻ മറന്നുപോയി കേട്ടോ, കഴിച്ചു എന്നും താങ്ക് യു പറയാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ മാങ്ങയുണ്ടല്ലോ, മാങ്ങ കുനുകുന നമ്മൾ അച്ചാറിന് അരിയണ പോലെ അരിഞ്ഞിട്ടാണ് വെക്കുക. ഒരു എന്ത് കറി എന്ന് പറയാം, ഭയങ്കര രസമാണ്. എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ കൂട്ടുന്നതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഡോൺ വന്നിട്ട് ആദ്യം ഒന്ന് കഴിച്ചു, പിന്നെ രണ്ടാമത് ആ കറി കൂട്ടിയിട്ട് ഒന്നും കൂടിയും കഴിച്ചു. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഊണ് കഴിഞ്ഞു, ഇന്ന് നേരത്തെ എത്തിയല്ലോ, കഴിച്ചല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഡോൺ പോയി, ഡാഡിയും ഡിംപിളും പോയി, ഇവരും പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു മറ്റേ ബാക്കിയുള്ളത്, അപ്പോൾ നാളെ ശരിക്കും പറഞ്ഞാൽ അവധിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ നാളേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, അപ്പോൾ ഇത് നമ്മളുടെ ലോക്കറ്റുകൾ ഇടുന്ന നൂലിൻ്റെ മാലയാണ് കേട്ടോ. 8 പിടിയും 6 പിടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാലയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും 2 മണിക്ക് ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളേക്കല്ലേ വേണ്ടൂ, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാനായിട്ട് ഒരു സാരിയും 1-2 സാധനങ്ങളുണ്ട്. അപ്പോൾ അതും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ പണി എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് കാശിൻ്റെ വളയാണ്, നിങ്ങൾക്കറിയാം, ചെറുതും വലുതും ഒക്കെ ഉണ്ട്, ഞാൻ പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വളകളാണ്. പിന്നെ ഇത് നമ്മളുടെ ലക്ഷ്മിയുടെ വള വൈറ്റ് സ്റ്റോണായിട്ട് ഇതിൻ്റെ തന്നെ നെക്ലസ് ഉണ്ട്, ഹെവി ആയിട്ടുള്ള നെക്ലസ് ഉണ്ട്. അപ്പോൾ അതിന് മാച്ചാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഓർഡർ വന്നിട്ടുള്ളതാണ്. അപ്പം ഞാനത് ഇന്നും അത് ഓർഡർ എടുത്ത സാധനങ്ങൾ കാണിച്ച കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൃഷ്ണൻ്റെ ഇതും അതെ, ഭയങ്കര വെയിറ്റുള്ള നല്ല ഒരു വളയാണ് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുക എന്നുള്ളത്. പക്ഷെ നിറച്ച് സ്റ്റോൺസും കൃഷ്ണൻ്റെ രൂപവും പിന്നെ ചുറ്റും റൂബിയുടെ ഇതുമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പതുക്കെ ഒരു പൂച്ചറക്ക് ഉറങ്ങിയിട്ടാണ്. പക്ഷെ കിടക്കാനായിട്ട് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കൊറിയറിൻ്റെ ആളും അതിൻ്റെ ആൾ ഇതിൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് ഒരു 4-5 വട്ടം വന്നപ്പോൾ എനിക്ക് പിന്നെ ദേഷ്യം വന്നു. ശരിക്കും നമ്മൾ ഒന്ന് കിടന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും കോളിംഗ് ബെല്ല് ഇങ്ങനെ 2-3 വട്ടം ഇടുമ്പോൾ ഡാഡി ഉള്ളപ്പോൾ ഡാഡിയെ പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എണീറ്റ് ചായയൊക്കെ വെച്ച് പട്ടികളുടെ പണികൾ വേഗം കഴിച്ചു വെച്ച പരിപാടി കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് അവർക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ റെഡിയാക്കുമ്പോഴാണ് ഡാഡി അവർക്കുള്ള കാലും കൊണ്ടുവന്നത്. ഇവർ വരണോട് കൂടിയിട്ട് കാല് കൊണ്ടുവന്നു. അപ്പം ഞാൻ അവിടെ അവർ അപ്പം തന്നെ വന്നായിരുന്നു കേട്ടോ. ഡാഡി പിന്നീട് പോയതാണ്. അപ്പോൾ പാച്ചു മുടി വെട്ടിയിട്ട് സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ താഴെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഈ പടികളൊക്കെ കഴിച്ച് ഡാഡി കുറച്ച് നേരം ഒന്ന് കിടന്നു. ഡാഡിക്ക് ഇന്ന് ഫുൾ യാത്രയില്ലായിരുന്നു. അങ്ങനെ ഇതേ പിള്ളേർസും ഇത് ഓരോരുത്തരായിട്ട് എണീറ്റു. ഇതേ പാച്ചുട്ടൻ്റെ മുടി വെട്ടിയത് കണ്ടു. അപ്പം ഞങ്ങൾ ഡിവൈൻ പറയായിരുന്നു പോലീസുകാരുടെ മുടി വെട്ടുമെന്ന്, മിലിറ്ററിക്കാരുടെ മുടി വെട്ടുമെന്ന്. ഫുള്ള് കുറേ അങ്ങോട്ട് കുറച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു നന്നായി എന്ന്. കാരണം ബർത്ത്ഡേ ആകുമ്പോഴേക്കൊക്കെ സെറ്റായിക്കോളും. കാരണം ഈ കുട്ടികൾ ഇരിക്കില്ല മുടി വെട്ടാനായിട്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് മാക്സിമം പൊക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനും കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല കൊതുണ്ട്. അപ്പോൾ ഞാൻ പറയാറില്ലേ കുട്ടികളുള്ളപ്പോൾ ഇത് പാച്ചുള്ളപ്പോൾ ഇത് കത്തിക്കാനായിട്ട്, ചാക്കോച്ചനുള്ളപ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥത. അപ്പോൾ ലീലാമ്മച്ചിയും കുട്ടികളും പുറത്ത് കളിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അകത്തപ്പോൾ ഞാൻ ഡിവൈനോട് വെച്ചപ്പോൾ ഡിവൈൻ പറഞ്ഞു മമ്മി കത്തിച്ചോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 3 എണ്ണം വീടിൽ മൊത്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്തിച്ചു. അങ്ങനെ പിന്നെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വർഷക്കാലമായി തുടങ്ങി ഒരു ഒരു നനവിൻ്റെ ഒരു ഈർപ്പത്തിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതങ്ങോട്ട് ഉഷാറാവും, റൂമൊക്കെ ഒന്ന് ഒരു ഫ്രഷ് ആവും. അങ്ങനെ അമ്മാമ്മയും മക്കളും കയറി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ലീലാമ്മ വന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. കുട്ടികളെയും കൊണ്ട് മുറ്റത്ത് നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. ലീലാമ്മയുള്ളപ്പോൾ തോമൂനായാലും പാച്ചുനായാലും ഒരു ഇത്തിരി പേടിയുണ്ട്. അവർക്കൊരു നമ്മൾ പറയില്ലേ കാർന്നന്മാരുണ്ടാവും ഒരു പേടിയുണ്ടെന്ന്.
എന്നെ സംബന്ധിച്ച് ഞാനും ഡാഡി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഈ ബിസിനസ്സിനോ ഇതിനൊക്കെ ഇരിക്കുന്ന കാരണം കുട്ടികളുടെ കൂടെ മുഴുവനായിട്ട് അങ്ങോട്ട് അവരുടെ കൂടെ കളിക്കാനോ ഇരിക്കാനോ പറ്റില്ല. മാക്സിമം ഞാൻ നോക്കും, എന്നാലും എനിക്കങ്ങനെ പറ്റില്ല. അപ്പോൾ ലീലാമ്മ ഉണ്ടായപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, ഒരാൾ ഇതുപോലെ ഇങ്ങനെ പിന്നാലെ നടക്കാനുണ്ടെങ്കിൽ ഒരു ശല്യമില്ല ഇവരെ കൊണ്ടുവന്ന്. മറ്റേത് ഭയങ്കര 7 മണി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണല്ലോ ഇവിടെ. അങ്ങനെ പക്ഷേ ലീലാമ്മയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ചാച്ചൻ വരാത്ത കാരണം അധികം ദിവസം നിൽക്കാനും പറ്റില്ല. കുട്ടികൾക്കാണെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ് ലീലാമ്മച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാച്ചു മെയ്ത്തൊന്നും ഇറങ്ങില്ല, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാത്രിയിലത്തുള്ള ഭക്ഷണത്തിനുള്ള ഒരുക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് മതി, കാരണം ഇന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിമ്പിൾ ചക്കട ഉണ്ടാക്കി. ചക്ക കൊണ്ട് മറ്റേ കിണ്ണത്തപ്പം ചക്ക വരട്ടിയതില്ലേ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം വരട്ടിയത് തന്നെയാണ്. അപ്പോൾ അതെടുത്തിട്ട് കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വൈൻ പകർത്താൻ നിന്നു. ഡിമ്പിളും ഡിവൈനൊക്കെ കിച്ചണിലത്തെ കാര്യങ്ങൾക്ക് നിന്നു. അപ്പോൾ ഡിമ്പിളിന് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. ഡിവൈനാണ് ഇന്ന് ഡിന്നറിൻ്റെ സംഭവങ്ങൾ ഒരുക്കിയത്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഡാഡിയും കൂട്ടിയിട്ട് വൈൻ പകർത്താൻ നിന്നു. ഇത് ശരിക്ക് എനിക്ക് തോന്നുന്നു മറ്റേ സെപ്റ്റംബറിൽ നമ്മളിട്ട വൈൻ ഉണ്ടല്ലോ, ഡോണിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ നമ്മളുടെ ബിഗ് ഡേക്ക് ഇട്ട വൈനിലത്തെ ബാക്കിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല വീര്യത്തോടു കൂടിയുള്ള വൈൻ എന്ന് പറയില്ലേ, അങ്ങനെയാണ്, നല്ല വൈനായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. നാളെ വേണം ഇരുട്ടത്ത് വെക്കണം എന്ന് പറയും നമ്മൾ, വൈൻ ഉടയണ കുപ്പിയിൽ ഇരുട്ടത്ത് വെക്കണം എന്ന് പറയും. അപ്പോൾ ഞാനത് നാളെ എങ്ങാനും എടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വൈൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളും ഡാഡിയും കൂടി ഒരു വശത്ത് കൂടി. പിന്നെ ഡാഡി ടി വിയുടെ അടുത്താണ്. പക്ഷേ ഇപ്പോൾ ഡാഡിക്ക് ടി വിയിൽ ന്യൂസൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഒരാൾ കാത്തു പറയുമ്പോൾ ഒരാൾ ബ്ലിപ്പി പറയും, അങ്ങനെയാണ്. അപ്പോൾ രണ്ടാൾക്ക് ഫോണും വെച്ച് അങ്ങോട്ട് മാറ്റി കൊടുക്കും, ചെറിയ ആൾക്ക് ടി വിയിലും കാണിച്ചു കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഫോണിൽ വാർത്ത കാണാം. ഡാഡി ആയാലും ഇപ്പോൾ ഫോണിൽ എന്തെങ്കിലും കാണാനേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ബാക്കി വൈകുന്നേരം, അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ കാലത്ത് രാത്രി തൊട്ടുള്ള ഓർഡർ ഞാൻ രാവിലെ പാക്ക് ചെയ്യും, രാവിലെ തൊട്ടുള്ളത് ഉച്ചക്ക് തൊട്ടുള്ളത് വൈകുന്നേരം, അത് കഴിഞ്ഞ് രാത്രി കിടക്കണ സമയത്തുള്ള ഓർഡേഴ്സാണ് പിറ്റേ ദിവസം രാവിലേക്ക് പാക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമ്മളുടെ ഷെഡ്യൂൾ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്തോ ആരെങ്കിലും ഇങ്ങനെ മെസ്സേജുകൾ അയക്കുക. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇത് കഴിയട്ടെ, വല്ല അഡ്രസ്സ് എഴുതുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവർ അറിയാത്തവർ ചില സമയത്ത് കോൾ ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരോട് പറയണം, നമ്മൾ കോള് അറ്റൻഡ് ചെയ്യില്ല, സൈലൻറ്റിലാണ് ഫോൺ കെടുക്കുക. പിന്നെ നിങ്ങൾ അയച്ച വഴിക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, കാരണം 10-20 മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അടുത്തത് വരിക. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലേറ്റ് ആയാലും നിങ്ങൾ വിഷമം തോന്നരുത്, നമുക്കെല്ലാവർക്കും മറുപടി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ അയച്ചത്. ഇതാണ് നമ്മുടെ അക്കിയുടെ മാങ്ങാക്കറി, സൂപ്പർ കറി എന്ന് പറഞ്ഞാൽ സൂപ്പർ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറാണ് ഉണ്ടത്. എനിക്ക് മാങ്ങാക്കറിയൊക്കെ കൂട്ടി ഒന്ന് കുഴച്ച് ചോറിനാനായിട്ടൊരു പൂതി. അപ്പോൾ പിള്ളേർ കുറേ പേര് 2-3 പേര് ചപ്പാത്തി 2 പേര് ചോറ് തന്നെ എടുത്തേന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒക്കെ ഒന്നിച്ച് ഇപ്പോൾ ഇരിക്കാൻ പറ്റാറില്ല. ഡാഡിയും മോനും കൂടി ഒന്നിച്ചിരിക്കും. ഡിവൈൻ കിച്ചണിൽ കിട്ടിയ സമയം കൊണ്ട് കഴിക്കും. ഡിവൈൻ ഭക്ഷണം കഴിക്കാതിരുന്ന ചാക്കോച്ചൻ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുവരും, ബഹളമാണ്. അപ്പോൾ ഭക്ഷണം ഡൈനിങ് ടേബിളും ഇരുന്നാൽ അവനെ ഇളകും, അല്ലെങ്കിൽ തോമു പാല് ചോദിച്ചിട്ട് എന്തെങ്കിലും. അപ്പോൾ ഡിവൈനോട് ഞങ്ങൾ പറയും കിട്ടിയ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയും കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അവരാരും ഇല്ലാത്ത തന്നെ സമാധാനമായിട്ട് ഞങ്ങൾ 4 ആൾ വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഇവർക്കുള്ള ഭക്ഷണം, ഇന്ന് ചോറൊന്നും വാരി കൊടുത്തില്ല, കാരണം ഇറച്ചി ഓൾറെഡി കൊണ്ടുവന്നതുണ്ട്, പാലും വെച്ച് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ പോട്ടെ. പിന്നെ റൂൾസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടെ അടയ്ക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ മണി പ്ലാന്റ് കുറച്ച് മഞ്ഞ കളറായിട്ട് നിൽക്കണം. അപ്പോൾ ഈ ക്യാമറയുടെ ലൈറ്റിൽ ശരിക്ക് കാണാം മഞ്ഞ കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ തൊട്ടപ്പം ഇങ്ങോട്ട് കയ്യിൽ പോരും, അതായത് ഇങ്ങനെ വാടി നിൽക്കുന്ന ഇലകളാണ്. അപ്പം അത് വെള്ളമില്ലാണ്ടൊന്നും അല്ല കേട്ടോ, അതങ്ങനെയാണ്. കുറച്ച് ചില ഇലകൾ മഞ്ഞ കളറാവും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ്. ഇവിടത്തെയൊക്കെ എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, എന്നാലും ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വെള്ളം നമ്മൾ വർഷക്കാലം ആയുമ്പോൾ വെള്ളം കൂടുതൽ വേണ്ട വെച്ചിട്ട് ഞാൻ 2 ബോട്ടിലൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ വെള്ളത്തിന് മഴ നിൽക്കണോടുകൂടി വീണ്ടും ചൂടാണ്, നമ്മൾ ദാഹവും പണ്ടത്തെ പോലെ തന്നെയാണ്. അപ്പം ഞാൻ ഇന്നേതായാലും വേറെ കുപ്പിയൊന്നും വെച്ചിട്ടില്ല, ഉള്ള വെള്ളം നിറച്ച് കുപ്പികൾ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഡിവൈൻ കംപ്ലീറ്റ് അടിച്ച് വാരി ക്ലീൻ ചെയ്ത് പോയി. അപ്പോൾ റോബോട്ടിനെ ഇറക്കാമെന്ന് ആദ്യം പറഞ്ഞ്, പിന്നെ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ നാളെ കാലത്ത് ഇറക്കണം, ഇനിയിപ്പോൾ ഇന്ന് രാത്രി വേണ്ട, നാളെ ആവാം,
എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടുപോയി. ചാക്കോച്ചൻ്റെ കരച്ചിൽ മുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നാളേക്കുള്ള സാമ്പാർ, ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇഡ്ഡലി ഉണ്ടാക്കുക, പിന്നെ സെക്കൻഡ് ഡേ ആണ് ദോശയോ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമൊക്കെയാണ് ദോശ അടുത്ത സെക്ഷൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇഡ്ഡലിക്കുള്ള സംഭവം കഴിഞ്ഞു. ഇവിടുത്തെ സ്പൂണിൻ്റെ സ്റ്റാൻഡൊക്കെ മാറ്റി കബേർഡിലേക്ക് ആക്കി. ഞാൻ നിങ്ങൾക്ക് കബേർഡ് കാണിക്കാൻ മറന്നില്ലേ, ഞാൻ കാണിക്കാം കേട്ടോ. ആ ഡ്രോയിൽ ഫുൾ കള്ളികൾ മാറ്റി അടിച്ചു ഷാജു. അപ്പോൾ ദേ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കള്ളികളൊക്കെ ഫില്ല് ചെയ്തു. ലീലാമിച്ച് മുറുക്കും ടീ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗീ കേക്കൊക്കെ മുറിക്കാൻ മറന്നുപോയി. ഇവിടെ ഇരിക്കുന്നുണ്ട്, മിക്സറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റുകൾ കൊണ്ടുവന്നതൊക്കെ കുപ്പികളിലാക്കി. അപ്പോൾ ഡിമ്പിളിൻ്റെ സാരി പാക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിൾ ആ പണിക്കായിട്ട് ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലോക്കറ്റുകൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബോക്സ് വാങ്ങിയിട്ടുണ്ട്. കാരണം ഈ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അടിയിൽ ബോക്സ് ആകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര എടുത്ത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡാഡീനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇത് ചെറിയൊരു ബോക്സ് കുറേ കള്ളികളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ എടുത്ത് കൊടുക്കാനും കാണിക്കാനൊക്കെ ഒരു എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ നിന്നതാണ്. പക്ഷേ കുറച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ശ്രദ്ധ തെറ്റി. നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ ഒന്നെങ്കിൽ ഒരാൾ കരഞ്ഞു അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു വന്നു, അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് മുട്ടെത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വീഡിയോ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും അധികം വിലയുള്ളതല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ പറയാണ്, ഗോൾഡിൻ്റെ മാത്രം വരുന്നതിന് അധികം വിലയില്ല. കല്ലുകൾ വരുമ്പോൾ മാത്രമാണ് ഈ പ്രോഡക്ട്സിന് വില കൂടുതൽ വരിക. ഇത് നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടും ഉണ്ടാവും. മറ്റേ ഡയമണ്ടിൻ്റെ ഫിനിഷുള്ള AD സ്റ്റോൺസിൻ്റെ ലോക്കറ്റ്സാണ്, വൈറ്റും ഇത് റൂബിയുടെയും. അപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ മയിലിൻ്റെ ഷേപ്പ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് മയിൽ വേണ്ടാന്ന്. അപ്പോൾ അല്ലാത്തവർക്കുള്ളതാണ് ഈ ഷേപ്പ് കേട്ടോ. ഇത് മയിലൊന്നുമല്ല, ഇത് വെറുതെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഷേപ്പുള്ളൂ. മയിലായിട്ട് വരുന്നത് വേറെ വരുന്നുണ്ട്. അതിന് തന്നെ മാച്ച് ചെയ്തിട്ടുള്ള വളകളാണ് വേണമെങ്കിൽ ഇതിപ്പോൾ മാല പിങ്കാണ് കേട്ടോ, റൂബിയല്ല, പിങ്കാണ്. പക്ഷേ അതുകൊണ്ട് ഇത് ഞാൻ ഒരു സെറ്റ് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഈ 2 സെറ്റ്, ഈ ഗ്രീനും ഈ റൂബി എന്താ പറയുക ഇതിൻ്റെ സെറ്റും ഞാൻ കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മാങ്ങ നിങ്ങൾ മിനിയാന്ന് കണ്ട മാങ്ങ വേറെയാണ്, അത് ഓൾറെഡി നമ്മൾ അയച്ചു. ഇത് വേറെയാണ് കേട്ടോ ഈ സെറ്റ്. ഫോട്ടോസ് സെയിം ആണെങ്കിലും അയക്കുന്നത് നമ്മൾ വേറെയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ്, ഇത് സാൻഡ്സ്റ്റോണും അതെ. ഇതിൻ്റെ തന്നെ വലിയ ലോക്കറ്റും ഉണ്ട് കേട്ടോ. വലിയ കമ്മൽ കണ്ടതിൻ്റെ സെയിം ലോക്കറ്റും ഉണ്ട്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഇതേ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ പാച്ചുവിൻ്റെ കുളിയും കഴിഞ്ഞ് അപ്പാപ്പൻ്റെ കൂടെ പാച്ചുവിനെ വിട്ടു കേട്ടോ. എന്നിട്ടാണ് ഡിമ്പിളിൻ്റെ കുളി. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സമയത്താണ്, ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഡിമ്പിളിൻ്റെ കുളിയും പാച്ചുവിൻ്റെ കുളിയും ഒക്കെ നടക്കുക. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് ഇവർ റൂമുകളിൽ കടന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി. ഞാൻ എഡിറ്റ് ചെയ്ത് വന്ന് എവിടേക്കോ എന്തൊക്കെയോ പിടിച്ച് കുറേ ഡിലീറ്റ് ചെയ്യാനായിട്ടിരുന്നു. ഡിലീറ്റ് ചെയ്യാതിരുന്നതിൽ മുഴുവൻ ഇതിലേക്കുള്ള വീഡിയോസും കാര്യങ്ങളായിരുന്നു. പിന്നെ ഇരട്ടിപ്പണിയായി എനിക്ക്. എന്നാലും സാരമില്ല, നമ്മൾ പഠിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോഴേക്കും ഡിമ്പിൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പാച്ചുട്ടൻ അപ്പാപ്പൻ്റെ അടുത്ത് കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഡിമ്പിളും വന്ന് ഇവിടെ കിടന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വന്നിട്ട് ഇനി ഇപ്പുറത്തേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുട്ടൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എൻ്റെ ഈ വോയിസ് ഓവർ കൊടുക്കൽ അവിടെ വെച്ച് നിർത്തി, പിന്നെ ഇവനെയൊക്കെ യാത്ര ആക്കിയിട്ട് രണ്ടാമത് തുടങ്ങണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2 പേരും ഡിമ്പിൾ മോനെയും കൊണ്ട് റൂമിൽ പോയി അവരിതേ കിടന്നുറങ്ങി. അപ്പോൾ ഇനി എനിക്ക് എന്താ പറയുക, ഇത് അവസാനിപ്പിക്കുക, ഈ വോയിസ് ഓവർ കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ നല്ലൊരു ദിവസമായിരുന്നു. 2 കുട്ടികളും ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി സ്കൂളിൽ പോകാമെന്നൊക്കെ പറയില്ലേ, പോയി. 2 പേരുടെയും സ്കൂളിൽ നിന്ന് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും. അപ്പോൾ എനിക്കെപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. നമ്മളിത് ഇന്നലെയെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മക്കളെ സ്കൂളിൽ വിട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു, അവർക്ക് കുട്ടികളായി അവർ സ്കൂളിൽ പോയി തുടങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം. അപ്പോഴാണ് നമ്മൾ പ്രായമായി എന്ന് നമുക്ക് തോന്നുക. അതും എന്താ പറയുക, ഇത്രയ്ക്കൊക്കെ നമുക്ക് കാണിച്ചു തന്നില്ലേ തമ്പുരാൻ അവരെ. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹം. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ദിവസമല്ല, ഇത്രയും വർഷം നമുക്ക് ഏറ്റവും നല്ല വർഷങ്ങളായിട്ട് തമ്പുരാൻ തന്നല്ലോ. അപ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾക്ക് 3 ദിവസം നല്ല കോളാണ്, കാരണം 3 ആൾ ഇവിടെ ഉണ്ട്. പിന്നെ ലീലാമ്മയുള്ള കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.